മാസം വരവായി അക്കൂട്ടത്തിൽ പകർച്ചപ്പനികൾ പടർന്നു പിടിക്കുന്നുണ്ട്. പുതുവർഷം ആരംഭിക്കുമ്പോഴും കാലവർഷം ആരംഭിക്കുമ്പോഴുമൊക്കെ മഴ പെയ്തു തുടങ്ങിയാൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും ജലം മലിനമാവുകയും അവിടെ കൊതുകുകളും മറ്റ് കീടങ്ങളും രോഗാണുക്കളും വർദ്ധിക്കുകയും ചെയ്യുന്നു. വയറുകടി, മഞ്ഞപ്പിത്തം, പകർച്ചപ്പനികൾ ഇവയെല്ലാം ഉണ്ടാകുന്നത് ഈ കാലവർഷത്തിൻ്റെ ആരംഭത്തിൽ മെയ് മാസത്തിലാണ്. പണ്ട് കൊറോണ വന്നു. ഇപ്പോൾ കൊറോണ പടർന്ന് പിടിക്കുന്നതായിട്ടറിയുന്നു. പലരും ആശുപത്രിയിലുണ്ട്. ആശുപത്രി പോലുള്ള പൊതുസ്ഥാപനങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. നമുക്ക് പഴയതുപോലെ അടച്ചു പൂട്ടിയിരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രതിരോധ നടപടികൾ സ്വയം സ്വീകരിക്കുക. ജലദോഷം, കഫക്കെട്ട്, പനി, തൊണ്ടവേദന, വിട്ടുമാറാത്ത തൊണ്ടവേദന, ശബ്ദമില്ലാതാകുക, ഇങ്ങനെ കോവിഡിൻ്റെ ലക്ഷണങ്ങൾ ഏതെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ ചികിത്സ തേടേണ്ടതുണ്ട്. അതുപോലെ തന്നെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഉത്തമം രോഗം വരാതെ നോക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കോവിഡ് രോഗികളുമായിട്ട് സമ്പർക്കത്തിലേർപ്പെടുകയോ കോവിഡ് സംശയിക്കുന്ന രോഗികളുമായിട്ടോ ഇല്ലെങ്കിൽ ആൾക്കാരുമായിട്ടോ സമ്പർക്കത്തിലേർപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കുക. അതുപോലെ തന്നെ കൈയും മുഖമൊക്കെ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പണ്ട് നമ്മൾ സ്വീകരിച്ച അതേ മാർഗ്ഗങ്ങൾ ആവർത്തിക്കുക. ഡെങ്കിപ്പനിയും പടർന്നു പിടിക്കുന്നുണ്ട്. അത് പകർത്തുന്ന കൊതുകുകളാണ്. ആ കൊതുകുകൾ ഈ സമയത്ത് വർദ്ധിച്ചു വരുന്നുണ്ട്. പുരപ്പുറത്ത് ഇരുന്നാൽ കൊതുക് കടിക്കാതിരിക്കുകയില്ല, കോവിഡ് വരാതിരിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ രോഗം വരുന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നോക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. ഈ സന്ധ്യാനേരങ്ങളിൽ കൊതുക് പെരുകും. കൊതുകുകളെ തുരത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കുക. വെള്ളമെല്ലാം ചോർത്തിക്കളഞ്ഞ് ഡ്രൈ ഡേ ആചരിക്കാമെന്ന് വെച്ചാലും വാഴപ്പും കൃഷിയും എല്ലാം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പോളകളിലും കൊക്കോയുടെ തോടുകളിലും ഇങ്ങനെ പുഴജലങ്ങളിലും കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലും എല്ലാം കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. ഈർപ്പം മതി. പണ്ടത്തെ പോലെ വെള്ളത്തിൻ്റെ സാന്നിധ്യം പോലും വേണ്ട കൊതുകുകൾ ഉണ്ടാകാൻ. അതുകൊണ്ട് നമ്മൾ കൊതുകുകളെ നശിപ്പിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടുന്ന മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. പിന്നെ നമ്മൾ മാസ്ക് ധരിക്കണം. ശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിക്കണം. കുടിവെള്ളം തിളപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. മറ്റ് ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണത്തിൽ ആണെങ്കിലും തുറന്നു വച്ചിരിക്കുന്ന ഈച്ച പോലുള്ള ജീവികൾ, രോഗാണുക്കൾ പരത്തുന്ന ജീവികൾ ഉള്ള ഭക്ഷണം തുറന്നു വച്ചിരിക്കുന്നത് കഴിക്കാതിരിക്കുക. നാടവര പോലുള്ള വിരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നവരെയും പെരുകുന്നുണ്ട്. പന്നികളിലും ചെളികളിലും എല്ലാം അത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഡെങ്കിപ്പനി കൂടുകയാണ്. ന്യൂമോണിയ ബാധിക്കുന്ന അണുക്കളും ധാരാളമായിട്ട് പെരുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എലിപ്പനിയുടെ സാധ്യതകളും നമ്മൾ കണ്ടെത്തണം. കാരണം വെള്ളം കെട്ടിക്കിടക്കുന്നു, ചെളി കെട്ടിക്കിടക്കുന്നു, ഒഴുക്ക് കുറവാണ്. ആ സമയത്ത് കൈതക്കാടുകളിൽ അവിടെ ഇവിടെയെല്ലാം എലികൾ പെരുകുകയും അവയുടെ വിസർജ്യത്തിൽ നിന്ന് അണുക്കൾ പകർന്ന് നമുക്ക് എലിപ്പനിയും ഉണ്ടാകാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് നമ്മളിനിയും അടച്ചിരിക്കുക സാധ്യമല്ലാത്തത് കൊണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക.